അഭിമന്യ ജേക്കബ് തൂങ്കഴി പിതാവ് തൃശ്ശൂർ അതിരൂപതയുടെ മേലധ്യക്ഷനായി ദീർഘകാലം സേവനം ചെയ്ത അഭിമന്യ പിതാവ് കാലം ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഞാൻ അനുശോചനം പ്രാർത്ഥനാപൂർവം രേഖപ്പെടുത്തുന്നു. വാസ്തവത്തിൽ തൂങ്കഴി പിതാവ് ചങ്ങനാശ്ശേരി രൂപതയിൽ അന്ന് ചങ്ങനാശ്ശേരി രൂപതയിലെ മൈനർ സെമിനാരിയിൽ ചേർന്ന് പഠനം ആരംഭിച്ചയാളാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം പാലായിൽ ചങ്ങനാശ്ശേരി രൂപതയിൽപ്പെട്ടതായിരുന്നു. കാരണം പാലാ രൂപത അന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചങ്ങനാശ്ശേരി രൂപതക്കാരനായ ജേക്കബ് എന്ന യുവാവ് ചങ്ങനാശ്ശേരിക്ക് വേണ്ടി ഒരു വൈദികാർത്ഥിയായിട്ട് ചേർന്നു. പക്ഷേ പിന്നീട് പാലാ രൂപത ഉണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായി പിന്നെ പിതാവിൻ്റെ കുടുംബം മലബാറിലേക്ക് പോയി. അങ്ങനെ തലശ്ശേരി രൂപതയുടെ ഭാഗമായി. തുടർന്ന് ദൈവത്തിൻ്റെ പദ്ധതിയിൽ അദ്ദേഹം പുതുതായി രൂപം കൊണ്ട മാനന്തവാടി രൂപതയുടെ മേലധ്യക്ഷനായി. അവിടെ ദീർഘകാലം സഭാ ശുശ്രൂഷ നിർവഹിച്ചു. പിന്നീട് താമരശ്ശേരി രൂപതയിൽ അദ്ദേഹം ചുരുങ്ങിയ കാലത്ത് സഭാ ശുശ്രൂഷ നിർവഹിച്ചു. അതിനെ തുടർന്ന് തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായിട്ട് നിയമിക്കപ്പെടുകയും ചെയ്തു. സുദീർഘമായ തൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷയിൽ അദ്ദേഹം വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അനുഗ്രഹിച്ചു. പ്രത്യേകിച്ച് തൃശ്ശൂർ അതിരൂപതയുടെ വളർച്ചയിൽ, വികസനത്തിൽ നിർണായകമായ ഒരു പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തൃശ്ശൂർ അതിരൂപതയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളും ആരംഭിക്കുവാൻ ഇടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ സെമിനാരി, മെഡിക്കൽ കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങൾ. ഇങ്ങനെ തൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ കഴിവുകളും അദ്ദേഹത്തിൻ്റെ സമയവും ഒക്കെ അദ്ദേഹം സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ചെലവഴിച്ച ആളാണ്. അദ്ദേഹം നല്ലൊരു ധ്യാനഗുരുവായിരുന്നു. ഒത്തിരി നല്ല അറിവുള്ള ആളായിരുന്നു. അതേസമയം വളരെ ശാന്തമായിട്ട് ഇടപെടുകയും എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറുകയും ചെയ്ത നല്ലൊരു സൗഹൃദം പുലർത്തിയ ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു അഭിമന്യ തൂങ്കഴി പിതാവ്. അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണത്തിൽ തീർച്ചയായിട്ടും ഏറെപ്പേറെ വേദനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ജന്മം കൊടുത്ത, അദ്ദേഹം ആരംഭിച്ച സന്യാസിനി സമൂഹം ഒക്കെ എന്നും അദ്ദേഹത്തെ ഏറ്റവും കൃതാർത്ഥതയോടെ ഓർക്കുമെന്നതിന് സംശയമില്ല. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഞാൻ നിത്യശാന്തി നേരുന്നു. അദ്ദേഹം ചെയ്ത എല്ലാ സഭാ ശുശ്രൂഷകളെയും ദൈവഹിതം നിറവേറ്റിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് സ്വീകരിച്ച് അതിന് നിത്യസമ്മാനം പ്രതിഫലമായി നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ ബന്ധപ്പെട്ട തൃശ്ശൂർ അതിരൂപതയോടും പിതാവിൻ്റെ ബന്ധുമിത്രാദികളോടും കുടുംബത്തോടും ഒക്കെയുള്ള അനുശോചനവും അറിയിക്കുകയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.